ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രായം ചെന്ന ആളുകള് വലിയ വലിയ കെട്ടിടങ്ങളായിരിക്കില്ല ആഗ്രഹിക്കുന്നത്. അവരവരുടെ ചെറുപ്പം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചൂടെ? ഹലോ, എവിടെ മോളെ നീ? ഞാൻ വീട്ടിലുണ്ടമ്മേ. വീട്ടിലെന്ന് പറഞ്ഞ അമ്മയുടെ വീട്ടില്. നീ അവിടെ എന്തെടുക്കുക? കുറച്ച് വിറക് പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നില്ലേ അമ്മേ, അതൊന്ന് വാരി വെക്കാന്ന് കരുതി. മഴ വന്ന് എല്ലാം നനയണ്ടല്ലോ. മതി മതി, നീ ഇപ്പൊ അവിടെ കിടന്ന് ജോലിയൊന്നും ചെയ്യാൻ പോകണ്ട. എന്തെങ്കിലുമൊക്കെ പുറത്ത് കിടക്കുന്നുണ്ടെങ്കിലേ അത് അവിടെ തന്നെ കിടന്നോട്ടെ. അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല. ഗോപാലനും സുനന്ദയൊക്കെ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. പിന്നെ ഗോപാലന്റെ മോളില്ലേ, അവള് എന്റെ പിറകിന് മാറില്ല. ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദ്യം മാത്രമല്ല, ഭക്ഷണം കഴിപ്പിക്കലും നിർബന്ധിക്കലും ഒക്കെയുണ്ട്. അത് നന്നായി. അതിനൊക്കെ അമ്മയുടെ അടുത്ത് ഒരാൾ ആവശ്യം. അല്ലെങ്കിലേ കൃഷ്ണ ജോലിക്ക് പോയി കഴിഞ്ഞാ അമ്മ ഉഴപ്പുമല്ലോ. അതെ, കൃഷ്ണമോൾക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല ജോലിയാ. അവള് പോകുന്ന ഓഫീസുണ്ടല്ലോ, വലിയ ഓഫീസാണെന്നാ ഗോപാലൻ എന്നോട് പറഞ്ഞത്. ഞാനേ ഒരു ദിവസം അവളുടെ ഓഫീസിലേക്ക് പോകാന്ന് വിചാരിക്കേ. കൃഷ്ണ സമ്മതിച്ചോ അതിന്? പിന്നെ സമ്മതിക്കാതെ? എനിക്ക് എന്റെ മോള് ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ കാണണ്ടേ? അതെ, നിന്റെ കാര്യം ഞാൻ അവളോട് പറയുന്നുണ്ട് കേട്ടോ. അവളുടെ ഓഫീസിലോ പിന്നെ പരിചയക്കാരുടെ അടുത്തുമൊക്കെ നിനക്കൊരു ജോലി കണ്ടുപിടിക്കാൻ പറയാം. അതൊക്കെ പതുക്കെ മതി അമ്മേ. ഇപ്പോ അമ്മയുടെയും കൃഷ്ണയുടെയും കാര്യങ്ങളൊക്കെ നന്നായി നടക്കട്ടെ. അതെ, ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ മറച്ചു വെച്ച് നീ എന്നെ നോക്കാൻ നിന്നതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. സമയം നേരെയാവുമ്പോ എല്ലാവരുടെയും കാര്യങ്ങൾ നേരെയാവും മോളെ. നീ ഇനി വീട്ടിലേക്ക് പോയിക്കോ, അവിടെ തനിച്ച് നിൽക്കണ്ട. പിന്നെ ഞാൻ കൊടുങ്കാട്ടിലാണല്ലോ നിൽക്കുന്നേ, തനിച്ച് നിന്നാ പേടിക്കാനായിട്ട്. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. വീട് ഞാൻ എന്നും വന്ന് നോക്കിക്കോളാം. അമ്മ തിരിച്ചു വരുമ്പോ അമ്മ എത്ര വൃത്തിയായിട്ടാണോ വീട് സൂക്ഷിച്ചേ അതുപോലെ തന്നെ വീടുണ്ടാവും. ശരി, ആയിക്കോട്ടെ. ശരി അമ്മേ. ഉണ്ണിമായോടായിരുന്നു സംസാരിച്ചതേ. കേട്ടു. നല്ല കുട്ടിയെ. കൃഷ്ണമോൾ അടുത്തില്ലാത്തതിന്റെ വിഷമം ഞാൻ അറിയാതെ പോയത് അവളുണ്ടായിരുന്നതുകൊണ്ടാ. കൃഷ്ണ എന്നെ എങ്ങനെയായിരുന്നോ നോക്കുന്നേ അതുപോലെ തന്നെയായിരുന്നു അവളും. ഗോപാല, എന്താ തങ്കം? കൃഷ്ണ പോകുന്നിടത്ത് ഉണ്ണിമായ്ക്കും കൂടി ഒരു ജോലി ശരിയാക്കാൻ പറ്റില്ലേ? വലിയ ജോലി വേണമെന്നൊന്നുമില്ല, അവളൊന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാ. അല്ല, കൃഷ്ണ ഇപ്പൊ ജോലിക്ക് കയറിയല്ലേ ഉള്ളൂ. കൃഷ്ണയ്ക്ക് അവിടെ ഒരു നിലനിൽപ്പാവുമ്പോ കൃഷ്ണ എന്നെ ഉണ്ണിമായുടെ കാര്യം സംസാരിക്കട്ടെ. അതും ഒരു കണക്കിന് ശരിയാ. സൗകര്യം പോലെ നോക്കാൻ ഞാൻ അവളോട് പറയാം. ഇത് നമ്മള് പുതിയതായിട്ടൊരു പ്രൊജക്ട് ആരംഭിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ്. ആഹാ, പരമേശ്വരന്റെ വേലി പഴയ സ്ഥാനത്തേക്ക് അങ്ങ് മാറ്റിയല്ലോ.
ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. കുറച്ചു മുമ്പേ ആർ ഡിയുടെ നേതൃത്വത്തിൽ ഒഫീഷ്യൽസ് എത്തി നമ്മുടെ പ്രോപ്പർട്ടി അളന്നിട്ടപ്പെടുത്തി. അവിടെ കിട്ടിയിരുന്ന വേലിയെല്ലാം ക്ലിയർ ചെയ്തു സർ. ആ. സാറും കളക്ടറും തമ്മിലുള്ള അടുപ്പം കൊണ്ടാണ് സർ ഇത് ഇത്ര പെട്ടെന്ന് നടന്നത്. കേട്ടോ കാത മാഡം, ഇന്നലെ ഞങ്ങളിവിടെ വരുമ്പോഴേ ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗം അപ്പുറത്തെ വസ്തു ഉടമ കയ്യേറി വെച്ചിരിക്കുകയായിരുന്നു. സാർ ഉടനെ കളക്ടറെ ഒന്ന് വിളിച്ചു. ഇന്ന് രാവിലെ സംഗതി ക്ലീൻ. ഇന്നലെ സാർ ഒരു ഡിസൈൻ ചോദിച്ചില്ലേ, അവരത് രാവിലെ അയച്ചു തന്നിട്ടുണ്ട് സർ. ഷോമി, എന്തു പറ്റി സർ? ഏയ് ഇത് ശരിയാവില്ല. കഥ ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. വളരെ സ്പെഷ്യാലിറ്റി ഉള്ളൊരു പ്രൊജക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എത്ര ഡിസൈൻസ് നോക്കിയിട്ടും ഐ എം നോട്ട് ഹാപ്പി. ഗാഥയുടെ അഭിപ്രായം എന്താ? ആ പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളയുടെ അഭിപ്രായം ചോദിക്കുന്ന. ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊജക്ടിന്റെ ലക്ഷ്യം എന്താ? എ ഫ്രീഡം പ്ലേസ് ഫോർ ഓൾഡ് ഏജ് പേഴ്സൺസ്. പ്രായമായവർക്ക് സ്വതന്ത്രമായി കഴിയാനുള്ള കുറെ വില്ലകൾ. ലാഭം മാത്രമല്ല, ഒരു ചാരിറ്റി കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രായം ചെന്ന ആളുകള് വലിയ വലിയ കെട്ടിടങ്ങളായിരിക്കില്ല ആഗ്രഹിക്കുന്നത്. അവരവരുടെ ചെറുപ്പം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചൂടെ? എങ്ങനെ? ഉദാഹരണത്തിന് ഇപ്പോ 70 വയസ്സുള്ള ഒരാള്, അയാള് ജനിച്ചതും ജീവിച്ചതൊക്കെ ഒരു ഓലം മേഞ്ഞ വീട്ടിലോ അല്ലെങ്കിൽ ഓട് പാകിയ വീട്ടിലോ ആയിരിക്കും. അപ്പോ മൊത്തത്തില് ഒരു ഓട് പാകിയ കെട്ടിടമാണെങ്കില് അവർക്ക് അവരുടെ പഴയ കാലം തിരിച്ചു കിട്ടിയതുപോലെ തോന്നില്ലേ? പിന്നെ ഓരോ വീടുകളുടെ അടുത്തും അവർക്ക് സ്വന്തമായി കൃഷി ചെയ്യാൻ കുറച്ച് സ്ഥലം, ഈ പച്ചക്കറിയും മറ്റൊക്കെ നടാനേ. പിന്നെ കുറെ പേര് സുഖമില്ലാത്തവരൊക്കെ കാണും, കുറച്ചു പേര് വീൽചെയറിലും ആയിരിക്കും. അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനേ ഒരു നടപ്പാത വേണം.